ക്യാപിറ്റൽ സിറ്റി ഓഫ് സ്കോട്ട്ലാൻഡ്. 1437 തൊട്ട് സ്കോട്ട്ലാൻഡിലെ ക്യാപിറ്റലാണ് ഈ സിറ്റി. സിറ്റി ഓഫ് ലിറ്ററേച്ചർ എന്ന് യുനെസ്കോ വെറുതെ കൊടുത്ത പേരല്ല. ഈ സിറ്റി കൂടെ ഒന്ന് നടന്നാൽ മതി, കഥകളും കവിതകളൊക്കെ മനസ്സിലേക്ക് വരും. അത്രയും ഒരു കാൽപ്പനിക ഭാവമാണ് ഈ സിറ്റിക്ക്. JK റോളിംഗ് തൻ്റെ നാട്ടിലെ കാഴ്ചകളും അവിടുത്തെ ആർക്കിടെക്ചറൊക്കെ കണ്ടുകൊണ്ട് ഒരു സീരീസ് അങ്ങോട്ട് എഴുതി. അതാണ് ഹാരി പോട്ടർ. ഹാരി പോട്ടർ കാണാത്ത ആരുണ്ടാവില്ല. ലോകത്തിലെ ഏറ്റവും വലിയ ആർട്ട് ഫെസ്റ്റിവൽ നടക്കുന്നത് ഈ സിറ്റി തന്നെയാണ്. ദ ഫ്രിഞ്ച് എന്നാണ് അതിൻ്റെ പേര്. എല്ലാ മാസം ആഗസ്റ്റിലാണ് ഇത് നടത്തി വരുന്നത്. സ്കോട്ട്ലാൻഡിലെ ഏറ്റവും വലിയ സിറ്റി ഗ്ലാസ്ഗോ ആണ്. പക്ഷെ തലസ്ഥാനം അല്ലെങ്കിൽ ക്യാപിറ്റലായിട്ട് അംഗീകരിക്കാൻ പറ്റുന്നതും അർഹതയുള്ളതുമായിട്ടുള്ള ഒരു സിറ്റി ഇതാണ്. അതെ, ഞാൻ പറഞ്ഞു വന്നത് ദ സിറ്റി ഓഫ് മാജിക് എന്നറിയപ്പെടുന്ന എഡിൻബറ സിറ്റിയെ പറ്റിയാണ്. നമ്മളെ ഓരോരുത്തരെയും ആകർഷിക്കുന്നത് ഓരോ സിറ്റിയിലെ ആകർഷകമായ എന്തെങ്കിലും കാണുമ്പോഴായിരിക്കും, അല്ലെങ്കിൽ അതിനെപ്പറ്റി കേൾക്കുമ്പോഴായിരിക്കും. ഈ എഡിൻബറ സിറ്റിയെ പറ്റി എല്ലാവർക്കും മനസ്സിലേക്ക് ഓടുന്നത് ഹാരി പോട്ടർ സീരീസിൻ്റെ ഫാൻ ആയതുകൊണ്ടോ അല്ലെങ്കിൽ ഹാരി പോട്ടർ സീരീസ് കണ്ടതുകൊണ്ടായിരിക്കണം. മാജിക്കൽ സിറ്റി എന്നാണ് എഡിൻബറ എന്നറിയപ്പെടുന്നത്. അതുകൊണ്ട് അവിടെ വരുമ്പോൾ തന്നെ നമുക്ക് കാണാൻ അങ്ങനെ ഒരുപാട് കാഴ്ചകളോ കാര്യങ്ങളോ ഇല്ല. പക്ഷെ ആ സിറ്റി കൂടെ നടക്കുമ്പോൾ തന്നെ ആ ഒരു ഫീലാണ് നമുക്ക് കിട്ടുക. മാജിക്കിൻ്റെയും ആ ഹാരി പോട്ടറിൻ്റെ ആ വിഷ്വൽസ് ഇതൊക്കെ നമുക്ക് ഓർമ്മയിൽ വരും. ഒരു കാൽപ്പനിക ഭാവത്തിലൂടെയാണ് ആ സിറ്റിയെ അവർ ബിൽഡ് ചെയ്ത് വെച്ചേക്കുന്നത് തന്നെ. ഞാൻ താമസിക്കുന്നതും അല്ലെങ്കിൽ ഞാൻ പഠിച്ചതും UK ഇംഗ്ലണ്ടിലാണ്. പക്ഷേ ഇംഗ്ലണ്ടിൽ നിന്നും അല്ലെങ്കിൽ വേറെ നോർത്തേൺ അയർലൻഡും വെയിൽസിൽ നിന്നൊക്കെ വ്യത്യസ്തമാണ് സ്കോട്ട്ലാൻഡ്. അത് അവരുടെ ക്ലൈമറ്റ് ആയാലും അവരുടെ ആർക്കിടെക്ചർ ആയാലും ഭയങ്കര ഡിഫറെൻ്റ് ആണ്. സ്കോട്ട്ലാൻഡ് അല്ലെങ്കിൽ എഡിൻബറ ഒക്കെ കുറച്ചും കൂടി തണുപ്പേറിയ സ്ഥലമാണ്. ബാക്കി ഇംഗ്ലണ്ടിനെ വെയിൽസിനെ അപേക്ഷിച്ച് കുറച്ച് ഹൈലാൻഡ് ഏരിയയാണ്. അത്ര മനോഹരമാണ് കാണാനും. ഒരു മഴ പെയ്യണ സമയത്തൊക്കെ ഒരു മൂടി മിസ്റ്റ് ക്ലൈമറ്റാണ് അവിടെ എപ്പോഴും നമുക്ക് എഡിൻബറ സിറ്റിയിൽ ഫീൽ ചെയ്യുക. ലണ്ടനിൽ നിന്ന് 1.5 hour ട്രാവലുള്ളൂ ഫ്ലൈറ്റിന്. അധികം നമുക്ക് പിന്നെ പാസ്പോർട്ടോ കാര്യങ്ങളോ വേറെ ഒന്നും വേണ്ട. നമ്മൾ ഇന്ത്യയിലെ വേറെ സ്റ്റേറ്റുകളിലേക്ക് പോകണ മാതിരി തന്നെയാണ് UK ബാക്കി 4 രാജ്യങ്ങളിൽ പോണേ. അതുകൊണ്ട് വേറെ നമുക്ക് പ്രൂഫിൻ്റെ കാര്യങ്ങളൊന്നും ആവശ്യമില്ല. ഒരുപാട് ഇന്ത്യക്കാർ ഈ എഡിൻബറ സിറ്റിയിലോ അല്ലെങ്കിൽ സ്കോട്ട്ലാൻഡിലുണ്ട്. എസ്പെഷ്യലി മല്ലൂസ്. ഒരുപാട് മലയാളി പിള്ളേർ അവിടെ ഉണ്ട്, പഠിക്കുന്നുണ്ട്. എഡിൻബറ യൂണിവേഴ്സിറ്റി അത്ര ഫേമസ് ആണ്. JK റോളിംഗ് ഒക്കെ പഠിച്ചത് അവിടെ നിന്നാണ്. ഇംഗ്ലണ്ടിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചും കൂടി തണുപ്പ് കൂടിയ സ്ഥലങ്ങളാണ് സ്കോട്ട്ലാൻഡിൽ വന്നത്. മിക്ക സിറ്റികളായാലും ഗ്ലാസ്ഗോ, എഡിൻബറ, അബേർഡിൻ എവിടെ പോയാലും കുറച്ച് തണുപ്പ് ഫീൽ ചെയ്യും. അതുകൊണ്ട് ഏറ്റവും കൂടുതൽ സ്റ്റുഡൻസ് വന്നതും പഠിക്കുന്നതും ഇംഗ്ലണ്ടിലാണ്. ഇവിടുത്തെ ഏറ്റവും ആകർഷകമായ ഒരു ഐക്കണിക് സിമ്പിളാണ് എഡിൻബറ കാസിൽ. അത് ഒരു കുന്നിന് മേലെ കാണാനുണ്ട്. എഡിൻബറ സിറ്റിയിൽ നിന്ന് എവിടെ നിന്ന് നോക്കിയാലും നമുക്കത് കാണാൻ പറ്റും. ഈ കാസിൽ നിർമ്മിച്ചത് ലോക്കൽ വോൾക്കാനോ റോക്കുകൾ കൊണ്ടാണ്. ഈ സിറ്റി നിൽക്കുന്നത് ഒരു മലയുടെ മേലെയായിട്ടാണ്, നല്ല ഹൈറ്റിലാണ് നിൽക്കുന്നത്. അതുകൊണ്ട് ഒരു മഴ പെയ്താലൊക്കെ നല്ല കോട ഇറങ്ങും. നമ്മൾ മൂന്നാറൊക്കെ പോകുമ്പോൾ ഈശ്വര കോട കിട്ടണമെന്നൊക്കെ പ്രാർത്ഥിക്കില്ല. അതേമാതിരിയാണ് എഡിൻബറ സിറ്റിയിൽ പോകുമ്പോൾ ഈശ്വര ഒന്ന് മഴ പെയ്തായിരുന്നെങ്കിൽ, ഇന്ന് കോട കിട്ടിയായിരുന്നെങ്കിൽ, ഇന്ന് മഞ്ഞ് കണ്ടായിരുന്നെങ്കിലൊക്കെ നമ്മൾ ഓർക്കും. അത്ര ഭംഗിയായിരിക്കും ആ സമയത്ത് എഡിൻബറ സിറ്റിയെ കാണാൻ. പിന്നെ ട്രാവൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ ആഗസ്റ്റ് മാസം ഒന്നാണ് കുറച്ചുകൂടി ബെറ്റർ. ആർട്ട് ഫെസ്റ്റിവലൊക്കെ നടക്കുന്നത് ആ സമയത്താണ് അവിടെ. അത് അവിടുത്തെ ഏറ്റവും വലിയൊരു ഫെസ്റ്റിവലാണ്. പിന്നെ ഇവിടുത്തെ ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ടുള്ളത് വിസ്കി ടൂറുണ്ട്. നമുക്ക് ആ വിസ്കി ഉണ്ടാക്കുന്ന സ്ഥലത്തേക്ക് ചെന്നിട്ട് അവിടുത്തെ വിസ്കിയൊക്കെ ടേസ്റ്റ് ചെയ്യാൻ പറ്റും. ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമുക്ക് മേടിക്കാം. സ്കോച്ച് വിസ്കികളുടെ നാടാണ് സ്കോട്ട്ലാൻഡ്. അവിടെ നിന്നാണ് സ്കോട്ടിഷ് വിസ്കികളൊക്കെ വന്നത്. ഏറ്റവും ഫേമസ് ആയ ഗ്ലെൻഫിഡിച്ചൊക്കെ ഇവരുടെയാണ്, സ്കോട്ട്ലാൻഡിൻ്റെയാണ്. ഒരുപാട് ട്രാവലേഴ്സ് വന്നു പോണ സ്ഥലമാണ് എഡിൻബറ സിറ്റി. അതുകൊണ്ട് അവിടെ വന്ന ആൾക്കാർക്കൊക്കെ ഇവരുടെ സിറ്റിയുടെ അല്ലെങ്കിൽ ട്രഡീഷണൽ ആയിട്ടുള്ളവരുടെ കാര്യങ്ങൾ, ഫുഡ് അല്ലെങ്കിൽ ട്രഡീഷണൽ ആയിട്ടുള്ള കോസ്റ്റ്യൂം ഇട്ടിട്ട് ഇവർ മറ്റേ ഒരു ഫ്ലൂട്ട് പോലത്തെ ഒരു സാധനം ഇങ്ങനെ ഊതിക്കൊണ്ടേയിരിക്കും. അത് ഈ എഡിൻബറ സിറ്റിയിൽ എവിടെ നിന്നാലും അതിൻ്റെ സൗണ്ട് ഇങ്ങനെ കേട്ടുകൊണ്ടേയിരിക്കാം. ഞാനൊരു ജനുവരി മാസത്തിലാണ് എഡിൻബറയിൽ പോണത്. അപ്പോൾ അത് ക്രിസ്മസ് കഴിഞ്ഞിട്ടുള്ള നെക്സ്റ്റ് വീക്ക് ആയതുകൊണ്ട് ക്രിസ്മസിൻ്റെ ഒരുക്കങ്ങളൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ടായുള്ളൂ. നല്ല ലൈറ്റും കളർഫുള്ളായിരുന്നു ആ സിറ്റി. ആ സമയത്ത് ഒരു വിൻ്റർ വണ്ടർലാൻഡ് ഉണ്ടായിരുന്നു അവിടെ പോയായിരുന്നു ഞങ്ങൾ. അവിടെ ഒരുപാട് സമയം സ്പെൻഡ് ചെയ്ത് നല്ല ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് എഡിൻബറ കാസിൽ തന്നെയാണ്. പിന്നെ അതുകൂടാണ്ട് നാഷണൽ മ്യൂസിയം ഓഫ് സ്കോട്ട്ലാൻഡ് സ്ഥിതി ചെയ്യുന്നത് എഡിൻബറയിലാണ്. ഇത് രണ്ടാണ് ഇവിടുത്തെ മെയിൻ വന്നത്. പിന്നെ ഇവിടുത്തെ സ്ട്രീറ്റ്സൊക്കെ ഒരു ഓൾഡ് ചാം ഫീലാണ് നമുക്ക് കിട്ടുക. നല്ല ഒരു ബ്ലാക്ക് കളറിൽ, ഒരു മിസ്റ്റി കളറിലാണ് പണിത് വെച്ചേക്കുന്നത്. അപ്പോൾ അത് ഭയങ്കര ആകർഷകമായിട്ട് തോന്നും. അതുകൊണ്ട് ദ റോയൽ മെയിൽ എന്ന് പറഞ്ഞ സ്ഥലവും ഹോളി റൂട്ട് പ്ലേസ് എന്ന് പറഞ്ഞ സ്ഥലം നമ്മൾ മസ്റ്റായിട്ടും പോയിരിക്കണം. അതിൽ കൂടെ നടക്കുമ്പോൾ നമുക്ക് ആ ഫീൽ കിട്ടുള്ളൂ എന്താണ് എഡിൻബറ സിറ്റി എന്നുള്ളത്. പിന്നെ അവിടുത്തെ ഒരു വില്ലേജ് ഞാൻ പോയായിരുന്നു, ഡീൻ വില്ലേജ് എന്ന് പറയുന്നത്. അത് ഒരു വെള്ളച്ചാട്ടം ഇതൊക്കെ ഉള്ള ഒരു ഫെയറിറ്റൈൽ വില്ലേജ് ആയിരുന്നു. അതും അടിപൊളിയാണ്. പിന്നെ ഒരു ആർത്തുവൽ സീറ്റ് എന്ന് പറയുന്ന സ്ഥലമുണ്ട്. അവിടെ പോയി കഴിഞ്ഞാൽ പാനോരമിക് വ്യൂ കിട്ടും നമുക്ക് ഈ എഡിൻബറ സിറ്റിയുടെ. അപ്പോൾ അതും മസ്റ്റായിട്ട് പോവാം. ഓൾഡ് ടൗൺ മാതൃകകളും പിന്നെ കലാ സാഹിത്യം ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക്, അത്യാവശ്യം എഴുതാൻ ആഗ്രഹിക്കുന്നവർ, വായിക്കാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ എന്തായാലും വരാൻ പറ്റിയൊരു സ്ഥലമാണ് എഡിൻബറ സിറ്റി. അപ്പോൾ അങ്ങനെയുള്ള ഒരു മസ്റ്റായിട്ടും വരണം. അപ്പോൾ ഇനി എൻ്റെ അടുത്ത വീഡിയോയിൽ കാണും വരെ എല്ലാവർക്കും ബായ്.